വേനൽ കഴിഞ്ഞ് എത്തുന്നതാണ് മരുഭൂമിയിലെ ഈ മിന്നൽ. പിന്നാലെ രാവിലും പകലിലും ഇരുട്ടുകുത്തി പെയ്യുന്ന മഴ. ഇത് രണ്ടും കാത്തു നിൽക്കുന്ന ചിലരുണ്ട്. മിന്നലും മഴയും കഴിഞ്ഞാൽ മരുഭൂമിയുടെ നെഞ്ചിൽ മഴക്കാറുകൾ നിറച്ച വെള്ളമങ്ങിനെ തങ്ങി നിൽക്കും. അതിനു പിന്നാലെ മരുഭൂമിയിൽ ഒരു സ്വർണത്തിന്റെ കൊയ്ത്താണ്. സ്വർണത്തേക്കാൾ വിലയുള്ള ഒരു കിഴങ്ങിന്റെ കൊയ്ത്ത്. ഇടിവെട്ടി പെയ്യുന്ന മഴയ്ക്ക് പിന്നാലെ മരുഭൂമിയിൽ വിളയുന്ന പൊന്നാണ് ഫഖ്അ. റക്രൂഖ് എന്ന ഇനത്തിൽപ്പെട്ട ചെടികളുടെ അരികിലായാണ് ഈ വിള ഉണ്ടാകാറുള്ളത്. അത് സ്വന്തമാക്കാനും കിളച്ചെടുക്കാനും അതിർത്തികൾ കടന്നുപോലും ആളുകൾ സൗദിയിലേക്ക് എത്താറുണ്ട്. തണുപ്പുകാലത്താണ് മരുഭൂവിഭവമായ ഫഖായയുടെ കാലത്തിനും തുടക്കമാവുന്നത്. സൗദിയിലെ ഉത്തരപ്രവിശ്യയിലുള്ളവരുടെ പരമ്പരാഗത വിഭവമാണിത്. അറേബ്യയുടെ പുരാതന കഥകളിലെല്ലാം ഭൂമിയിൽ നിന്നും മുളച്ചു പൊങ്ങുന്ന ഈ കൂണുണ്ടാകും. തണുപ്പ് കാലമായാൽ ആകാശത്ത് വേരുകൾ പടർത്തി മിന്നലുകൾ എത്തും. ആ മിന്നൽ വേരുകളെ ആവാഹിക്കുന്ന ശക്തിയുണ്ട് ഫഖാക്ക്. ആദ്യ മഴയെ മരുഭൂമി സ്വീകരിച്ച് 40 ദിനം പിന്നിട്ടാൽ പിന്നെ ഫഖാ പിറന്നു തുടങ്ങും. ജനുവരിയിലാണ് സാധാരണ ഇതിന്റെ തുടക്കം. മാർച്ച് പാതി വരെ അത് നീണ്ടു നിൽക്കും. الفقع الزبيدي هذا الزبيدي يكون متكاثر بالمناطق هذه اللي فيها الرقروق والأرض الخصبة مع نزول الأمطار. موسم الأمطار برضو يتكاثر الفقع حيث أن شجر الرقروق هذا شجر الرقروق يساعد على تكاثر الفقع. فالزراعة السنة الأولى أقل، السنة الثانية أكثر، السنة الثالثة يتكاثر أكثر. وإقامة المهرجانات عندنا برضو منطقة القصيم، فأقيم مهرجان في شري تشجيعا من صاحب السمو الملكي أميرنا الأمير الدكتور فيصل بن مشعل بن سعود بن عبد العزيز، هو الذي شجعنا على أننا نهتم ونقوم بزراعة واستكثار الفقع، ولقينا إقبال شديد ويدخل البهجة على الجميع. മരുഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കിഴങ്ങ് കാണാം. റിയാദിൽ നിന്നും 300 കിലോമീറ്റർ അകലെയുള്ള ഖസീമിലെ ബുറൈദയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ഷെറി എന്ന ഗ്രാമമാണിത്. അവിടെയാണ് ഈ കൃഷിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന സുൽത്താൻ എന്ന സൗദി പൗരനുള്ളത്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഇന്നിപ്പോൾ ഫഖായയുടെ കൃഷിയും ഇതുപോലെ ചെയ്തു പോരുന്നുണ്ട്. ഈ ഫഖ ഒരു ഒട്ടനവധി ഗുണങ്ങളുള്ള സവിശേഷതകളുള്ള ഒരു കിഴങ്ങാണിത്. നമ്മുടെ നാട്ടിൽ കൂണ് പോലെയൊക്കെ ഉണ്ടാകുന്നൊരു ഇതാണ്. ആദ്യത്തെ പുതുമഴയിലും ആ ഇടിവാൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഈ ഫഖ ഉണ്ടാകുന്നതും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ച് വലുതാകും. ഒരു മാർക്കറ്റിൽ വലിയ വിലയ്ക്ക് വിൽക്കുന്നൊരു സാധനമാണ്. ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഔഷധമായിട്ടുള്ള ഒരു കിഴങ്ങാണ് ഫഖ എന്ന് പറയുന്നത്. ഇത് എല്ലായിടത്തും ഉണ്ടാവില്ല, ചില മണ്ണുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മണ്ണുകളുടെ പ്രത്യേക തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരുഭൂമിയിൽ റഖ്റൂഖ് എന്ന് പറയുന്ന ഈ ചെടികൾ ഉണ്ടാകുന്ന മണ്ണിലാണ് ഇതും ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ പോവുകയാണ് ഇവിടെ. ഈ മെഹർജാൻ ഇവിടുത്തെ ഒരു ആഘോഷമാക്കി, ഫഖൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ ഉള്ളത്. ഇത് ഒരുപാട് സവിശേഷതകളുള്ള ഒരു കിഴങ്ങാണിത്. റഖ്റൂഖ് എന്ന് പറയുന്ന ഒരു ചെടി ഇവിടെ ഉണ്ടാകും. ആ ചെടി ഉണ്ടാകുന്നിടത്ത് മാത്രമാണ് ഈ ഫഖ ഉണ്ടാകുള്ളൂ എന്നാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫഖ, കമാത്ത് എന്നും ഇതിന് അറബിയിൽ വിളിപ്പേരുണ്ട്. ഇംഗ്ലീഷിൽ തണ്ടർ ഫ്രൂട്ട് എന്നും ഡെസേർട്ട് ട്രിഫിൾസ് എന്നും അറിയപ്പെടുന്നു. വെളുപ്പും കറുപ്പും കലർന്നതാണ് ഇവയുടെ നിറം. ഇവ ദൈവാനുഗ്രഹീതമാണെന്ന് സുൽത്താൻ പറയുന്നു. ഭൂമിയിൽ പുറത്തേക്ക് ചെറുതായി പുറന്തള്ളി നിൽക്കുന്ന ഇതിന് 5 സെന്റിമീറ്റർ മുതൽ 15 സെന്റിമീറ്റർ വരെ ആഴത്തിലേക്ക് വലിപ്പമുണ്ടാകും. 30 മുതൽ 300 ഗ്രാം വരെ ഒരെണ്ണത്തിന് തൂക്കമുണ്ട്. അധികവും ഉരുളക്കിഴങ്ങിന്റെ കളറായിരിക്കുമെങ്കിലും
വിവിധ ഇനം ഫക മരുഭൂമികളിൽ കാണാം. ഇവയുടെ വിലയാണ് കണ്ണു തള്ളിക്കുക. 3000 റിയാൽ വരെയാണ് ചില സമയങ്ങളിൽ കിലോഗ്രാമിന് വില. അതായത് ഏതാണ്ട് 70,000 രൂപയോളം. പൊതുവെ സൗദിയിൽ മഴ കുറവാണ്. അതുകൊണ്ട് തന്നെ നനച്ചു പരിപാലിച്ചാണ് പലരും ഇതിന്റെ കൃഷി ഇക്കാലത്ത് ചെയ്യുന്നത്. ഈ വർഷം ഫക വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. യൂറോപ്പിലും ആഫ്രിക്കയിലും ചൈനയിലുമെല്ലാം ഫകയുടെ വകഭേദങ്ങളുണ്ട്. എന്നാൽ അത്യപൂർവമായി ലഭിക്കുന്ന ഇവക്ക് അറബ് മേഖലയിൽ വൻ ഡിമാൻഡാണ്. ആൺപെൺ വ്യത്യാസമില്ലാതെ സൗദികൾക്ക് വലിയ ഇഷ്ടമുള്ള വിഭവം കൂടിയാണ് ഫക. മരുഭൂമിയിൽ നിന്നും ശേഖരിച്ച് വിൽക്കാൻ ഇന്നിപ്പോൾ പ്രത്യേക മാർക്കറ്റ് തന്നെ തണുപ്പുകാലങ്ങളിൽ ബുറൈദയിൽ കാണാം. തണുപ്പുകാലത്ത് മാത്രമേ ഈ സൂക്ക് അഥവാ ചന്ത ഉണ്ടാകൂ. വൈകുന്നേരം ഫകയുമായി ആളുകൾ എത്തിയാൽ മാർക്കറ്റിൽ നല്ല തിരക്കായിരിക്കും. പലപ്പോഴും ലേലം വിളിയിലൂടെ ഫകയുടെ വില കൂടുകയും ചെയ്യും. ഇനി ഫകയുടെ ചരിത്രമാണ്. പരമ്പരാഗതമായി അറബ് ജനത ഒരു ഔഷധമായാണ് ഇതിനെ കാണുന്നത്. വെറുതെ വേവിച്ച് കഴിക്കാമെങ്കിലും കബ്സ, മന്തി, മജ്ബൂസ് എന്നിവയിലെല്ലാം ഇന്നിവ അറബ് ജനത ഉപയോഗിച്ചു പോരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്തിന് മുന്നേ തന്നെ ഫക പ്രസിദ്ധമാണ്. ഇവയിലെ ജലാംശം കണ്ണിന് ആരോഗ്യം പ്രദാനം ചെയ്യുമെന്ന പ്രവാചക വചനം അറബികൾക്കിടയിൽ ഫകയിനെ പ്രിയപ്പെട്ടതാക്കി. ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം ആട്ടിറച്ചിയിലെ അതേ ഗുണം ഈ കിഴങ്ങിനുണ്ട്. പുഴുങ്ങിക്കഴിക്കുമ്പോൾ ഇവക്ക് ആട്ടുകരളിന്റെ ചുവയാണത്രേ. നേരിട്ടുള്ള ഉപയോഗത്തിന് പകരം മറ്റു ഭക്ഷണങ്ങളിൽ ചേർത്താണിവ ഉപയോഗിക്കാറുള്ളത്. കൊളസ്ട്രോൾ തീരെയില്ലാത്ത കിഴങ്ങാണിത്. രക്തചംക്രമണം സാധാരണ നിലയിലാക്കി രക്തസമ്മർദ്ദം കുറക്കാനുള്ള ശേഷി ഈ കിഴങ്ങിനുണ്ട്. കാൽസ്യത്തിലൂടെ എല്ലുബലത്തിനും കരുത്തുറ്റ ശരീരത്തിനും ഇത് സഹായിക്കുന്നു. നാരും പ്രോട്ടീനും ധാരാളമുള്ള ഫകയിൽ കൊഴുപ്പ് 1% മാത്രമേയുള്ളൂ. ഫലത്തിൽ മനുഷ്യ ശരീരത്തിലേക്ക് ആവശ്യമായതെല്ലാം ഈ സ്വർണ്ണ വിഭവം നൽകുന്നു. ഏതൊന്നിനെയും പോലെ ഇതിനും അമിതമായ ഉപയോഗം പാടില്ല. മിതമായേ അറബികൾ ഇതുപയോഗിക്കാറുള്ളൂ. അങ്ങനെയേ ഇത് ലഭിക്കാറുമുള്ളൂ. അമിതമായ ഉപയോഗം ദഹനപ്രശ്നങ്ങളും ഉണ്ടാക്കും. വേവിക്കാതെ കഴിച്ചാൽ ആരോഗ്യപ്രയാസങ്ങളും ഉറപ്പാണ്. എന്നാൽ ഇവയെ നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്ന അറബികൾക്ക് അമൃതാണ് ഫക. നൂറ്റാണ്ടുകളായുള്ള അവരുടെ മരുന്നു കൂടിയാണിത്. തണുപ്പിനൊപ്പം ഫകയുടെ കാലവും അവസാനിക്കും. മരുഭൂമി പതിയെ നനവുകൾക്ക് വിട പറയും. പിന്നെ മാറി മറിഞ്ഞെത്തുന്ന കാലാവസ്ഥയാണ്. ഒടുവിൽ വരണ്ടുണങ്ങിയ ആകാശത്ത് നിന്നും ഒരിക്കൽ കൂടി ഇടിമിന്നൽ ഭൂമിയെ തൊട്ടുനോക്കും. വൈകാതെ മിന്നലുകൊണ്ട് വേരുകളാഴ്ത്തി പൊട്ടിപ്പെയ്യുന്ന മഴയാണ്. തണുത്ത മഴപ്പെയ്ത്തിന് പിന്നാലെ മരുഭൂമി വീണ്ടും ഫകയുടെ സ്വർണ്ണനാമ്പുകൾക്ക് ജന്മം നൽകും. ആർക്കും വഴങ്ങാത്ത മരുഭൂമി അങ്ങനെ അത്ഭുതങ്ങൾ പലതും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു.